അത് കൊള്ളാം. എന്നെ അറിയാത്ത പെൺകുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. ഒരു മന്മഥൻ. എന്താ സംശയം? ഡാഡി, ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ. നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് അവരെ അറിയിക്കും. ശരി. രാധേ, മോളെ രാധേ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അവര് വരാറായി. അച്ഛാ, എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ. കല്യാണം ഇപ്പോഴല്ല, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലേ ഉള്ളൂ. നീ പോടാ. എന്നെ അവർക്ക് എന്താണ് കുറവ്? നീ അവര് വന്നു, നീ അങ്ങോട്ട് ചെല്ലേ. മോള് പോയി ചെല്ല്. മനസ്സിലായില്ല. ഞാൻ ശ്രീദേവിയുടെ സഹോദരനാണ്. ഏത് ശ്രീദേവി? നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവൾ. എന്റെ കുഞ്ഞിന്റെ അമ്മയോ? നീയാണോ എന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്നത്? അങ്ങനെയും ഒരു നല്ല പാരമ്പര്യം നിനക്കുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ എന്നെ? വർഷങ്ങൾക്ക് മുൻപ് എന്റെ സഹോദരിക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി നിന്റെ കാല് പിടിച്ച എന്നെ അന്ന് ഒരു പട്ടിയെ പോലെ നീ എന്നെ ആട്ടിയിറക്കി. ജീവനെ പോലെ നിന്നെ സ്നേഹിച്ച എന്റെ പെങ്ങളെ നീ ചവച്ചു തുപ്പി. ദൈവത്തെ പോലെ നിന്നെ വിശ്വസിച്ച അവളെ നീ ചതിച്ച് മാനം കെടുത്തി. ഇന്ന് മോനെയും കെട്ടിയിറക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പെണ്ണ് ചോദിക്കാൻ. നിങ്ങളെന്നെ അവമാനിക്കാണോ? അവമാനിക്കാനോ? അത് നിനക്ക് മാനം ഉണ്ടായിട്ട് വേണ്ടേ? ഡാഡി, എന്താ ഇയാൾ പറയുന്നത്? നിനക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതിന്റെ അവകാശിയായി നിന്റെ മോന്റെ കൂടെ അയക്കാൻ എന്റെ വീട്ടിൽ പെണ്ണില്ല. നീ ഒരു മൂർഖനെയാണ് ചവിട്ടി ഓടിച്ചെന്ന് ഓർത്തോളൂ. അറിയാം, വാലറ്റം വരെ വിഷമുള്ള മൂർഖനെ. വാമോളെ, വന്ന ആലോചന വേണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിക്കുക വല്ലൂരും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന്. കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയണം. വീരശൂര പരാക്രമയും സുന്ദരനും സുകുമാര കളയവരനുമായ ഈ എന്തായാലും പറയാം, ഈ സത്യത്തിന്റെ അവതാരമൂർത്തിയായ സാക്ഷാൽ മോഹനനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് വെച്ചാലൊക്കെ സംഗതി വേഗം നടക്കട്ടെ. ആഹാ, സാഹിത്യം പറയുമോ? പറയുമോ? ഒന്ന് കേൾക്കണോ?